എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഞങ്ങൾ ബഹ്റിനിൽ നിന്നും വരുന്നവരാണ്. അവിടെ ക്ഷേത്ര വാദ്യകലകളൊക്കെ പഠിപ്പിക്കുന്ന സോപാനം വാദ്യകലാസംഘം എന്ന ഒരു കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും. പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ക്ഷേത്രകലകളെ പഠിക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമായി തുടരാൻ അശ്രാന്തമായി പരിശ്രമിക്കുന്നവരാണ് ഇവരൊക്കെ. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള ആളുകൾ ഇതിലുണ്ട്. എല്ലാവരും അവിടെ ജോലി ചെയ്യുന്നവരാണ്, വീട്ടമ്മമാരാണ്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഈ യുദ്ധത്തിൻ്റെ പരിഭ്രാന്തികളും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ സോപാന സംഗീത അർച്ചനയുമായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. 7 ദിവസത്തെ ഒരു സോപാന സംഗീത പരിക്രമം ഇന്ന് രാവിലെ കലാദേവതയായ ശ്രീ മൂകാംബിക അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൽ 8ഓളം ജില്ലകളിൽ 7 ദിവസം കൊണ്ട് ഞങ്ങൾ ഇതേപോലെ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീത അർച്ചന നടത്തുന്നുണ്ട്. കേരളത്തിൽ ഈ തവണത്തെ യാത്രയിൽ കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. തുടർന്ന് നാളെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് രാജരാജേശ്വരൻ്റെ സന്നിധിയിലും തിരുച്ചമ്പരം കൃഷ്ണൻ്റെ മുന്നിലും മൃദംഗശൈലേശ്വരിയുടെ മുന്നിലുമൊക്കെ ഇതേപോലെ സോപാന സംഗീത അർച്ചനയുണ്ട്. അങ്ങനെ കണ്ണൂർ കഴിഞ്ഞ് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ കണ്ണൻ്റെ സന്നിധിയിലാണ് ഇത്തവണത്തെ സോപാന സംഗീത അർച്ചന യാത്ര താൽക്കാലികമായി സമാപിക്കുന്നത്. അതൊരു നിമിത്തമായിട്ട് പോകുന്നു. കേരളത്തിൽ കടലായി കണ്ണൻ്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച് അമ്പലപ്പുഴ കണ്ണൻ്റെ സന്നിധിയിൽ സമാപിക്കുക ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമുക്കറിയാം, ഇത് കർക്കിടക മാസമാണ്, രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഈ സമയത്ത് പ്രത്യേകിച്ചും നാമജപത്തിന് എത്രമാത്രം കലികാലത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കലിസന്ധരണ ഉപനിഷത്തിൽ നാരദ മഹർഷി ഉപദേശിക്കുന്നൊരു മന്ത്രമാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിയുഗ മന്ത്രം. ഈ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കാണാത്ത ആളുകളുണ്ടാവില്ല. ഇതിനെല്ലാം പരിഹാരം എന്നുള്ള നിലയിൽ ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ
ഒരേ ഒരു പ്രതിവിധിയാണ് പറയുന്നത് കലികാലത്തിൽ, അത് നാമജപത്തിന് മാത്രമാണ്. നാമം ജപിച്ചാൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമോ എന്ന് ചോദിച്ചാൽ തീരില്ല. കാരണം അത് ഓരോരുത്തരെയും നമ്മൾ പറയും മുജ്ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. പല പല ജന്മങ്ങളെടുത്ത് നമ്മൾ മനുഷ്യജന്മം ലഭിക്കുമ്പോൾ ആ മനുഷ്യജന്മത്തിൽ നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഈശ്വരനിലേക്ക് വിലയം പ്രാപിക്കാം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പുനർജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കണമെന്നാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും സനാതന ധർമ്മത്തെ ഉദ്ഘോഷിക്കുന്ന ഗ്രന്ഥങ്ങളുമൊക്കെ പറയുന്നത്. പിന്നെ എന്താണ് നാമം ജപിച്ചാൽ, നാമത്തിൻ്റെ ശക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സ് തന്നെയാണ്. മനസ്സാണ് പലപ്പോഴും വഴിതെറ്റി പോകുന്നത്. മനസ്സിൽ നിന്നാണല്ലോ നല്ല ചിന്തയും ദുഷ്ചിന്തയും ഒക്കെ ഉയരുന്നത്. ആ മനസ്സിനെ അതിജീവിക്കാൻ, മനസ്സിന് ബലമുണ്ടാകാൻ, മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകൾ ഇല്ലാതിരിക്കാൻ, ഒപ്പം എന്തെങ്കിലും പ്രതിസന്ധികളോ ദുഃഖങ്ങളോ വന്നു ചേർന്നാൽ മനസ്സിനെ കൊണ്ട് അതിനെ ജയിക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് ഈ കലികാലത്തിൽ നാമജപത്തിൻ്റെ പ്രത്യേകത. അതിലേറ്റവും ശക്തിയുള്ള മന്ത്രമായിട്ടാണ് ഹരേ രാമ എന്ന മന്ത്രത്തെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത് രാമായണ മാസാചരണമാണ്. പ്രത്യേകിച്ചും ഈ രാമായണ കാലത്ത് ഹരേ രാമ ജപിക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയാം. നമുക്കൊരുമിച്ച് ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ ഈശ്വര കീർത്തനങ്ങൾ ആലപിച്ചത് നിങ്ങളെല്ലാവരും കേട്ടിരുന്നു. ഇനി നമുക്കൊരുമിച്ച് ഹരേ രാമ എന്ന ആ മന്ത്രത്തെ ജപിക്കാം. ഭഗവാന്റെ 10 അവതാരങ്ങളെയും, ഇവിടെ 10 അവതാരങ്ങളും ഈ തൂണുകളിൽ ഭംഗിയായി ശില്പങ്ങളായി നമുക്ക് മുന്നിൽ, ഈ 10 അവതാരങ്ങളെയും വർണ്ണിച്ചുകൊണ്ടുള്ളൊരു കീർത്തനമാണ്. ഓരോ അവതാര വർണ്ണനയും കഴിയുമ്പോൾ ഹരേ രാമ എന്ന മന്ത്രമുണ്ട്. ആ മന്ത്രം നമുക്ക് ഒരുമിച്ച് ജപിക്കാം. നമ്മുടെയൊക്കെ കളങ്കമില്ലാത്ത ഭക്തി നിർഭരമായ മനസ്സിൽ നിന്നും വരുന്ന ആ മന്ത്രത്തിൻ്റെ ശക്തി, ആ മന്ത്രത്തിൻ്റെ പോസിറ്റീവ് എനർജി ഇവിടെ എല്ലാവരും നമ്മളിലേക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹമായി വർഷിക്കട്ടെ. എല്ലാവരും കണ്ണടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ഞങ്ങളോട് ഒപ്പം നമുക്ക് ഒരുമിച്ച് ജപിക്കാം.